ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയനായ വൈദിക ശ്രേഷ്ഠൻ, എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, അപ്രതീക്ഷിതം എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം. അവിചാരിതം, അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ സംസാര ഭാഷയിലെ ഒരു വാക്കാണ് അപ്രതീക്ഷിതം. ഈ വാക്ക് സന്തോഷകാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം സന്തോഷങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സങ്കടങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ വരുമ്പം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അപ്രതീക്ഷിതം എന്ന് പറയുന്നൊരു വാക്ക്. നമ്മളൊക്കെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പം വയനാട്ടിൽ സംഭവിച്ച ആ വേദനകളെ പറ്റിയൊക്കെ നമ്മളിപ്പം കാണുന്നുണ്ടല്ലോ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക് അപ്രതീക്ഷിതം എന്ന് പറയുന്നൊരു വാക്കാണ്. എല്ലാവരെയും പോലെ ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന കുറച്ച് സാധു മനുഷ്യർ, പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ദുരിതം അവിചാരിതമായിട്ട് അവർക്കിടയിലേക്ക് വന്നു എന്നാണ്. സ്നേഹമുള്ളവരെ, അപ്രതീക്ഷിതമായിട്ട് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും തകർന്നു പോകും. ഒരു ബാധിച്ച ഒരു സഹോദരൻ, ഒരു ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യൻ, അയാളുടെ കീമോ ട്രീറ്റ്മെൻറ്റിൻ്റെ പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പം അയാൾ അനുഭവിക്കുന്ന ദുരിതത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും പറയാനുള്ളത് അവിചാരിതമായിട്ട് വന്നൊരു രോഗമെന്നേ പറയുകയുള്ളൂ. അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, അവിചാരിതമായ രോഗങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ വരുമ്പം എല്ലാ മനുഷ്യരും തകർന്നു പോവുകയും ആ തകർച്ചയിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവ് എന്തിന് എനിക്കിത് ചെയ്തു? എല്ലാ മനുഷ്യരും ചോദിക്കുന്ന. ഇപ്പം ഈ ദുരിതങ്ങളെപ്പറ്റി നമ്മൾ വാർത്തയെ കാണുമ്പോഴും നിരവധി പേര് ചോദിക്കുന്നുണ്ട്, ദൈവം ഇത്ര ക്രൂരനാണോ? കർത്താവ് എന്തിനിത് ചെയ്തു? ഇല്ലേ? നമ്മൾ മനസ്സിൽ തോന്നുന്നതാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ്. കർത്താവ് എന്തിന് അവിചാരിത ദുഃഖങ്ങളെ, സങ്കടങ്ങളെ തന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, സങ്കടപ്പെടുത്തുന്നു? ഈ ചോദ്യത്തിന് ഒരു ഉത്തരം വേദപുസ്തകത്തിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന കണ്ണുനീരിൻ്റെ അനുഭവം, രോഗത്തിൻ്റെ അനുഭവം, വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും നൊമ്പരങ്ങളിൽ കൂടെ കടന്നു പോകുമ്പം കർത്താവ് എനിക്ക് എന്തിനിത് ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത്, മറിച്ച് മറ്റു മനോഹരമായ ഒരു മറുപടി വേദപുസ്തകത്തിലുണ്ട്. ഈ സന്ധ്യയിൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതേണ്ട ഒരു വേദഭാഗം. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ വേദപുസ്തകം വായിക്കാൻ പഠിക്കുമ്പം നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മളെ പഠിപ്പിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ നടുഭാഗത്ത് സങ്കീർത്തനമുണ്ട്, ഇല്ലേ? അത് പെട്ടെന്ന് എടുക്കാൻ നമ്മളെ പഠിപ്പിക്കും. സങ്കീർത്തനത്തോട് ചേർന്ന് കിടക്കുന്ന 42 അധ്യായമുള്ളൊരു പുസ്തകമുണ്ട്, ഇയ്യോബിൻ്റെ പുസ്തകം. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഒരു 10-30 വർഷത്തിലധികം ഗൾഫിൽ ജീവിച്ച ഒരു മുതിർന്ന മനുഷ്യനുണ്ട്. ഇന്നത്തെ കാലത്ത് ഗൾഫിൽ ജീവിച്ചതുപോലല്ല, ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കറിയായിരിക്കും. ഒരു 10-50 വർഷം മുമ്പിലത്തെ ഗൾഫ് ജീവിതം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പാകിസ്ഥാനികളുടെ കൂടെ ഇൻറ്റീരിയർ എന്ന് വിളിക്കപ്പെടുന്ന ഏകദേശം മരുഭൂമിക്ക് സമാനമായൊരു പ്രദേശത്ത് ടെൻ്റ് അടിച്ച് താമസിച്ച് അവരുണ്ടാക്കുന്ന കട്ടിയേറിയ റൊട്ടി എന്നൊക്കെ പറയുന്ന ഭക്ഷണം കഴിച്ച് ഒരു വെയിലത്ത് മെക്കാട് പണിയൊക്കെ ചെയ്ത് കുടുംബം പുലർത്തുന്ന ഏതൊരു പ്രവാസിയും പോലുള്ളൊരു മനുഷ്യൻ. അയാൾ നാട്ടിൽ വന്നപ്പം സംസാരിച്ച സ്നേഹ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഏത് അവധിക്ക് നാട്ടിൽ വന്നാലും അല്ലെങ്കിൽ അവിടെ ആയിരിക്കുമ്പോഴും ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം ഞാനൊന്ന് വായിക്കും. എന്തിനാണെന്നറിയാമോ? സങ്കടങ്ങളുടെ ദുരിതത്തിൽ കൂടെ കടന്നു പോകുമ്പം ഇത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ എന്ന് എന്നെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ പുസ്തകം വായിക്കും. ഒരാവർത്തിയെങ്കിലും ജീവിതത്തിൽ ഇത് വായിച്ചിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഊസ് ദേശത്ത് ജീവിച്ച ഇയ്യോബിൻ്റെ ജീവിതം ഏതൊരു കാലത്തെയും ധനവാന്മാരെ പോലെ 7000 ആട്, 3000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് വലിയ മൃഗസമ്പത്ത്, 7 പുത്രന്മാരും 3 പുത്രിമാരും ആയിട്ടൊരു 10 മക്കള് വീടിനുള്ളിൽ, എണ്ണിയാൽ ഒടുങ്ങാത്ത ഭൃത്യര്, ആ പ്രദേശത്തെ ഏറ്റവും വലിയ ധനവാനായ മനുഷ്യനാണ്. ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇയ്യോബ് ഇങ്ങനെ
ആ പട്ടണവാതിൽക്കിലേക്കൊക്കെ ചെല്ലുമ്പം മൂപ്പന്മാർ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇയ്യോബിനെ കണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് ഇങ്ങനെ വണങ്ങി നിൽക്കും. അത്രത്തോളം സമൂഹം ആദരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ 1-ാം അധ്യായം തൊട്ട് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താ നമ്മൾ കാണുന്നുണ്ട്. ഒന്നോടൊന്നോടെല്ലാം നഷ്ടപ്പെടുന്നു. ആടുമാടുകൾ നഷ്ടപ്പെടുന്നു, ഒട്ടകം നഷ്ടപ്പെടുന്നു, മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെടുന്നു. ഇത് ഓരോ വേലക്കാരായി വന്ന് പറയുന്നത്. വിവരം നിന്നെ അറിയിക്കാൻ ഞാൻ മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഭയങ്കര ദുരിതങ്ങളുടെ മഴപ്പെയ്ത്ത് ഇങ്ങനെ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു ഭാഗം, നിന്റെ മക്കള് ഒരു വീട്ടിൽ വിരുന്നിനിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കാറ്റടിച്ചു, വീട് തകർന്നു, യൗവനക്കാരുടെ മേൽ വീണു, 10 മക്കൾ മരിച്ചൊരു ദിവസം. നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ സങ്കട സമയമാണ്. അതും കഴിഞ്ഞിട്ട് ഉള്ളംകാല് മുതൽ ശിരസ് വരെയും വ്രണങ്ങൾ ആ മനുഷ്യനെ ബാധിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, തല ചിരച്ച് ഇയ്യോബ് ചാരത്തിലിരിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു ഓട്ടുകഷ്ണം കൊണ്ട് സ്വന്തം വ്രണങ്ങളെ ചൊറിഞ്ഞുകൊണ്ട്, നായ്ക്കൾ വന്ന് നക്കുന്ന വ്രണങ്ങളെ തഴുകിക്കൊണ്ട് ചാരത്തിലിരിക്കുമ്പം ഇയ്യോബിൻ്റെ ഭാര്യ അടുത്ത് വന്ന് ഇയ്യോബിനോട് പറയും, നമുക്കൊക്കെ അറിയാം ഇന്ന് മാതാപിതാക്കൾ അധികവും തനിച്ചാണ്, മക്കളൊക്കെ വിദേശത്താണ്. നമുക്കൊരു ഉറപ്പുണ്ട്, ജീവിത പങ്കാളി കൂടെ കാണും. ജീവിതത്തിൻ്റെ ഒരു അവസാന കച്ചിത്തുരുമ്പാണ്. മക്കൾ വിദേശത്ത് പോയാലും അവളുണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹമുണ്ടല്ലോ. നമ്മുടെ ഒരു ബലമാണ് ജീവിത പങ്കാളി, ദൈവം കഴിഞ്ഞാൽ. അങ്ങനെ ഇയ്യോബിൻ്റെ ബലമായവൾ വന്ന് ഇയ്യോബിനോട് പറയുകയാണ്, ഇനിയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ അവനെ നിന്ദിച്ച് പറഞ്ഞിട്ട് പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് പോയി മരിക്കല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ എത്രമാത്രം തകർന്നു പോകാമെന്നുള്ളതിൻ്റെ ഒരു രംഗമാണ്. അവസാന അത്താണി, ആ വീട്ടിലെ അവസാന സ്നേഹ സാന്നിധ്യം ഈ മനുഷ്യനോട് പറയുകയാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കാതെ ദൈവത്തെ നിന്ദിച്ചിട്ട് പോയി ചാകാൻ പറയുന്നു. ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് ക്രൂരനാണോ എന്ന് നമ്മളൊക്കെ അറിയാതൊക്കെ ചിന്തിക്കുന്ന ഈ സമയം ഇയ്യോബിൻ്റെ ഒരു മറുപടി ഉണ്ട് പ്രിയമുള്ളവരെ. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. പോയി ചാകാൻ പറഞ്ഞ ഭാര്യയോട് ഇയ്യോബ് ഒരു മറുപടി പറയുന്നുണ്ട്. ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ നന്മ സ്വീകരിക്കുന്നു, തിന്മ കൂടെ സ്വീകരിക്കല്ലോ. ഭയങ്കരം നമ്മളെ ഉലച്ചു കളയുന്ന ഒരു വചനമാണ്. 10 മക്കൾ നഷ്ടപ്പെട്ട ഒരു അപ്പനാണ്. സമ്പത്തിൻ്റെ കാര്യം പോട്ടെ, സമ്പത്ത് പോയാലും മക്കളുണ്ടല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടല്ലോ. മക്കളും നഷ്ടപ്പെട്ട് ശരീരമാസകലം ദുരിതത്തിലായി പോയി ചാകാൻ ഭാര്യ വന്ന് കളിയാക്കി പറയുമ്പം ഒരു മനുഷ്യൻ്റെ മറുപടിയാണ്, എടി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നന്മ സ്വീകരിച്ചിട്ടില്ലേ? എത്ര നന്മ നമ്മൾ സ്വീകരിച്ചു. ജനിച്ച നാൾ മുതൽ എത്ര നന്മ നമ്മൾ സ്വീകരിച്ചു. സ്നേഹമുള്ളൊരു വീട്, കരുതുന്ന ഒരപ്പനും അമ്മയും, വിശപ്പറിയാതെ അന്നം തന്ന ജീവിത സാഹചര്യങ്ങൾ, കൂടപ്പിറപ്പുകൾ, ജീവിത പങ്കാളി, ജോലി എല്ലാം തന്നിട്ടും അവിചാരിത അപ്രതീക്ഷിത ദുഃഖങ്ങൾ വരുമ്പം കർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്നല്ല ഇയ്യോബ് പറയുന്നത്. ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നെങ്കിൽ തിന്മ കൂടെ സ്വീകരിക്കല്ലോ. അതിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ തിന്മ എന്ന് പറയുന്നതിന് അഡ്വേഴ്സിറ്റി എന്ന് പറയുന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അഡ്വേഴ്സിറ്റി അത് സങ്കടങ്ങളുടെ ദിവസങ്ങളെന്ന്, കഷ്ടതയുടെ ദിവസം, ഹാശായുടെ ദിവസങ്ങളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നെങ്കിൽ കണ്ണുനീരിൻ്റെ ദിവസങ്ങളും കൂടെ എന്തുകൊണ്ട് നിനക്ക് സ്വീകരിച്ചുകൂടാ? നമ്മൾ ചിന്തിക്കണം സ്നേഹമുള്ളവരെ. വേദനകളും അവിചാരിത ദുരിതങ്ങളും വരുമ്പം എന്തുകൊണ്ട് നമുക്ക് ആ വേദനയെ കർത്താവിൻ്റെ ഉള്ളംകൈയിൽ നിന്ന് വരുന്ന സങ്കടമാണ്, എന്നെ നിർമ്മിച്ച എൻ്റെ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ നിന്ന് വരുന്ന ദുഃഖമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല? കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു മനസ്ഥിതിയായിപ്പോയി നമുക്ക്. ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡിസംബർ ജനുവരി സമയം നമ്മളൊക്കെ പള്ളിയിൽ ഒരുപാട് പോകുന്ന സമയമാണ്. ജനുവരി 6-ാം തീയതി നമ്മുടെ പള്ളിയിൽ ഒരു ശുശ്രൂഷയുണ്ട്. ഏതാ അത്? ഡെനഹ അല്ലേ?
ഡിസംബർ 31 വൈകിട്ടും നമ്മുടെ മിക്ക പള്ളികളിലും പ്രാർത്ഥനയുണ്ട്. എന്താ അതിൻ്റെ കാരണം? പുതിയ വർഷം വരുന്നു. പുതുവർഷത്തിൻ്റെ ജാഗരണം ഒരു പള്ളിയിൽ ഏത് സമയത്ത് വെച്ചാലും ആൾ കാണും. 6 മണിക്ക് വെച്ചാലും 5 മണിക്ക് വെച്ചാലും രാത്രി 10 മണിക്ക് വെച്ചാലും വെളുപ്പിനെ 4 മണിക്ക് വെച്ചാലും പള്ളി നിറച്ചാളാണ്. ധനഹായിക്ക് എത്ര പേര് വരും? 6-7 പേര് വന്നാലായി, ഇല്ലേ? 6-7 പേര് വന്നാലായി. ഈ പുതുവർഷം എന്താ ഇത്ര ആള്? പള്ളി നിറച്ച ആളായിരിക്കും. തിരിയൊക്കെ തെളിച്ച് പിടിച്ച് വളരെ ഭക്തിയോടെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ജാഗരണതയോട് നിൽക്കും. കാരണം എന്താ? വരുന്ന ഒരു വർഷം, വരുന്ന ഒരു 365 ദിവസക്കാലം സങ്കടങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, ഒരു മധുര നിറച്ച കേക്ക് പോലെ ഇങ്ങനെ കയ്യിലോട്ട് കിട്ടിയാൽ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാം. ദുരിതങ്ങളില്ലാതെ ഇങ്ങ് തരണം. നമുക്ക് തെറ്റു പറ്റുന്നുണ്ട് പ്രിയമുള്ളവരെ. ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ഈ തലമുറയ്ക്ക് തെറ്റുപറ്റുന്നുണ്ട്. സന്തോഷവും സമാധാനവും സമ്പത്ത് നിറഞ്ഞ ഒരു ജീവിത പരിസരമാണ് ജീവിതമെന്ന് അറിയാതെങ്കിലും ധരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത്, ഞാൻ അധികമായിട്ടില്ല സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട്, ഞങ്ങൾ 4-ാം വർഷം പഠനം പൂർത്തിയാക്കി ഷമ്മാശന്മാർ പുറത്തേക്ക് പോകുന്നൊരു സമയമുണ്ടല്ലോ. 4 വർഷം അവിടെ ജീവിച്ച് പഠിത്തം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പം ഈ റിവ്യൂ ചോദിക്കുക എന്ന് പറയുന്നൊരു രീതിയുണ്ട് അവിടെ. അതായത് അധ്യാപകരെല്ലാം ഇങ്ങനെ ചുറ്റും ഇരിക്കും, ഓരോ ഷമ്മാശന്മാരെയും വിളിച്ചിട്ട് ചോദിക്കും, 4 വർഷക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ഏത് അഭിപ്രായം അവരോട് പറയാം. നമ്മുടെ നല്ല സമയങ്ങൾ പറയാം, സന്തോഷമാണെങ്കിൽ അത് പറയാം, എന്തും പറയാം. നമ്മുടെ അഭിപ്രായം കേൾക്കാനിരിക്കുക. ഓരോരുത്തരെ ഇങ്ങനെ വിളിക്കും. അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഷമ്മാശനെ ഇങ്ങനെ വിളിച്ചു, ഈ 4 വർഷക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു ഷമ്മാശൻ ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇന്ന് മനസ്സിലുണ്ട്. എന്താണെന്നറിയാമോ? ഈ 4 വർഷക്കാലം ഈ അമ്മ പൊതിഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒരു പൊതിച്ചോറ് പോലെ അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു. അമ്മ തന്നു വിടുന്ന പൊതിച്ചോറ് കഴിച്ചവർക്കറിയാം എന്താ എൻ്റെ കാരണം. എല്ലാ രുചികളും അതിനകത്ത് ഉണ്ടായിരുന്നു. കയ്പുണ്ടായിരുന്നു, പുളിയുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു, എരിവുണ്ടായിരുന്നു. ശരിക്കും ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ രുചികളും, കണ്ണുനീരിൻ്റെ ഉപ്പ് രസവും വേദനയുടെ എരിവും തിരസ്കരണത്തിൻ്റെ പുളിയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിത വിരുന്ന് കർത്താവ് നമുക്ക് മുമ്പിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കഴിക്കാൻ നമുക്ക് മടിയാണ്. നന്ദിയോടെ, കൃതജ്ഞതയോടെ ഈ നൊമ്പരങ്ങളെ കൈക്കൊള്ളാൻ നമ്മൾ ഇന്നും രൂപപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവരെ. സങ്കടപ്പെട്ട് തകർന്നിരിക്കുമ്പം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നീ നന്മ സ്വീകരിച്ചിട്ടില്ല, എന്തുകൊണ്ട് തിന്മ കൂടെ സ്വീകരിച്ചുകൂടാന്ന് പറയത്തക്ക ഒരു ബലം നമ്മുടെ തലമുറയ്ക്കില്ലാതെ പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇയ്യോബിനെ പോലുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ഇന്നില്ല. നമ്മുടെയൊക്കെ പള്ളിയിൽ ഞായറാഴ്ച ദിവസമൊക്കെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും കല്ലറയ്ക്ക് ധൂപം വെക്കാൻ നമ്മൾ കല്ലറയ്ക്ക് പോകുമല്ലോ, ഇല്ലേ? എത്ര വെയിലാണേലും നമ്മൾ വെയിൽ കൊണ്ട് അവിടെ നിൽക്കും, എത്ര മഴയാണേലും അവിടെ നിൽക്കും ധൂപം വെക്കാൻ. ഈ ധൂപം വെക്കുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? നമ്മളെ സ്നേഹിച്ച് കടന്നുപോയ ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ജീവിതം നമ്മൾ ഓർക്കുക. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു കാലത്ത് 10-12 മക്കളുള്ളൊരു വീട്ടിൽ 2 കഷണം മീൻ കൊണ്ട് 10 വയറുകളെ നിറയ്ക്കാൻ പ്രയാസപ്പെട്ട ഒരു അമ്മയെ അന്നേരം ഓർക്കുന്ന സമയം. പെട്ടെന്നുണ്ടായ ഒരു മഴയിലോ കാറ്റിലോ കൃഷി മുഴുവൻ നശിച്ച് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നുവെന്നറിയുമ്പം പാവിരിച്ച് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോയ ഒരു അപ്പനെ ഓർക്കുന്ന സമയമാണ് ഈ ധൂപപ്രാർത്ഥന എന്ന് പറയുന്നത്. ഓരോ വീട്ടിലും ഇയ്യോബിനെ പോലൊരു അപ്പനോ ഇയ്യോബിനെ പോലൊരു അമ്മയോ ഉള്ളൊരു കാലം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ബാല്യകാലം ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് കെടുതി വന്നാലും സാരമില്ല മക്കളെ, കർത്താവുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു അമ്മച്ചി. ഏത് രോഗം വന്നാലും, പണ്ട് കാലത്തൊക്കെ 10 മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു 4-5 പേരൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരണമടയുന്ന സാഹചര്യങ്ങളുണ്ട്. രോഗം വന്നു. ഈ 4 മക്കളുടെയും കബറടക്കം കഴിഞ്ഞ് വീണ്ടും അടുത്ത ആഴ്ച വെളുപ്പിനെ കുളിച്ചൊരുങ്ങി പള്ളി പോകുന്ന ഒരപ്പനും അമ്മയും. നമുക്ക് ചിന്തിക്കാൻ പ്രയാസമാണ്. ഇന്നൊക്കെ അവിചാരിതമായ ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനോട് പറയുന്ന ആദ്യത്തെ പരാതി, ഇനി ഞാൻ പള്ളിയിലോട്ടില്ല അച്ഛാ, എൻ്റെ കർത്താവ് എന്നോട് എന്തിനാ ഇത് ചെയ്തേ.
4 മക്കളൊക്കെ ഒരുമിച്ച് നഷ്ടപ്പെട്ടിട്ട് മുടങ്ങാതെ അടുത്ത ആഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരമ്മ ഈ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. ഓരോ വീട്ടിലും ഇയ്യോബുള്ള ഒരു കാലമുണ്ടായിരുന്നു പ്രിയമുള്ളവരെ. ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് സമീപത്ത് ഇടയാറന്മുള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഇടയാറന്മുളയിലാണ് ഞാൻ പരിശുദ്ധൻ തന്നെ പറയുകയാണ്, പരിശുദ്ധനായ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഒരു വീടുണ്ട് അവിടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മളിന്ന് പാടുന്ന പാട്ടുകളിൽ അധികവും ഈ കൊച്ചുകുഞ്ഞുപദേശി എഴുതിയത്. അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു, ഭാര്യയുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ നാടുതോറും മലയും ഓരോ പ്രദേശത്തും ചെന്ന് സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു 5 പേര് ഈ മനുഷ്യൻ്റെ കൂടെ വരും, ഞങ്ങൾക്കും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് അത്രത്തോളം ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേല. അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ സുവിശേഷം ഒരിടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊച്ച് കുറിപ്പടി കൊണ്ടുവന്ന് ഒരാൾ കൊടുക്കുന്നത്, നിങ്ങളുടെ മകൻ മരിച്ചുപോയി. അദ്ദേഹത്തിനൊരു ചെറിയ നിർബന്ധം ഉണ്ടായിരുന്നു. നമുക്ക് കേൾക്കുമ്പം അല്പം അവിചാരിതമായിട്ട് തോന്നും. കുഞ്ഞുങ്ങൾക്ക് രോഗം വന്നാൽ ഈ മനുഷ്യൻ ചികിത്സയ്ക്ക് വേണ്ടി വൈദ്യൻ്റെ അടുക്ക കൊണ്ടുപോകത്തില്ല. കഴിവതും കർത്താവ് എനിക്ക് സുഖം തരട്ടെ, കർത്താവ് എൻ്റെ കുഞ്ഞിന് സുഖം തരട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് കാത്തിരിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. 2ാമത്തെ കുഞ്ഞിന് ജ്വരം വന്ന് അതികഠിനമായിരിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ പോയതാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടു. ഉപദേശിയുടെ അടുക്കൽ ഒരു കൊച്ചു കുറിപ്പടി കൊണ്ട് കൊടുത്തു, നിൻ്റെ കുഞ്ഞ് മരിച്ചു. അദ്ദേഹം വീണ്ടും ആ പ്രസംഗം തുടർന്നു. പ്രസംഗം തീർത്തിട്ട് ഇടയാറന്മുളയിലെ വീട്ടിലേക്ക് വന്നു. തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി വീടിൻ്റെ അകത്തേക്ക് കടന്ന് ആ നിലത്തിങ്ങനെ കിടക്കുകയാണ്. അയാളെ എടുത്ത് ഓമനിച്ച് വളർത്തിക്കൊണ്ട് വന്ന കുഞ്ഞിൻ്റെ ശരീരം. സ്വന്തം കുഞ്ഞിൻ്റെ തണുത്തുറഞ്ഞ മൃതശരീരത്തിൻ്റെ അടുത്തിരുന്നുകൊണ്ട് ആ മനുഷ്യൻ പാടി, ദോഷമായിട്ടൊന്നും എൻ്റെ കർത്താവ് എന്നോട് ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ കാസ, ദുഃഖത്തിൻ്റെ പാനപാത്രം എനിക്ക് കുടിക്കാൻ തന്നാൽ ഞാനത് മേടിച്ച് കുടിച്ചിട്ട് ഹല്ലേലൂയ പാടും. നമ്മൾ മരണ വീട്ടിലൊക്കെ ഇരിക്കുമ്പം പാടുന്ന പാട്ടാണ് ഇല്ലേ? ഇരുന്ന് പാടുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ സ്വന്തപ്പെട്ടവർ വാങ്ങിപ്പോയിട്ട് നിങ്ങളിരുന്ന് പാടുന്ന സമയത്താണെങ്കിൽ ഓർക്കണം, വിഷമിക്കേണ്ട. നിങ്ങളോട് തന്നെ പറയണം, വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ അയാളുടെ കുഞ്ഞ് മരണപ്പെട്ട് തണുത്തുറഞ്ഞ് നിലത്ത് കിടക്കുമ്പം കർത്താവിനെ പാടിയ പാട്ടാണ്, അവൻ എന്നെ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഇയ്യോബിനെ പോലുള്ള മനുഷ്യർ ഈ സഭയിൽ ജീവിച്ചിട്ടുണ്ട്, നമ്മുടെ വീടുകളിൽ ജീവിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെയുള്ള മനുഷ്യരില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ, ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ, ഇവിടെയൊക്കെ 2018 വെള്ളപ്പൊക്കം എത്രത്തോളം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പ്രദേശമൊക്കെ മുങ്ങിയതാണ്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ, ഒരു ചൂടൊന്ന് കഠിനമായാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, സ്നേഹിക്കുന്ന ഒരാൾ വേർപെട്ടു പോയാൽ ഉടനെ കർത്താവ് സ്നേഹിക്കുന്നോ, കർത്താവില്ല, ദൈവമില്ലെന്നൊക്കെ പറയുന്ന ഒരു തലമുറയുടെ മുമ്പിൽ തല താഴ്ത്താൻ തക്ക വിധത്തിൽ ഇയ്യോബ് പറയുകയാണ്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മ കൂടെ സ്വീകരിക്കരുതോ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ഒരു ഇയ്യോബ് രൂപപ്പെടുന്നത്? നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ഇയ്യോബായിരിക്കണം. തലമുറകൾ കടന്നു പോകുമ്പോൾ അവർ പറയണം, എൻ്റെ അപ്പൻ ഇയ്യോബിനെ പോലെ സഹിക്കുന്നൊരു മനുഷ്യനായിരുന്നു, എൻ്റെ അമ്മ ഇയ്യോബിനെ പോലെ സങ്കടങ്ങളിലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരമ്മയായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇയ്യോബ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒന്നാമത് ഇയ്യോബ് രൂപപ്പെടുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ജീവിതം എന്താണെന്ന് ഇയ്യോബിന് അറിയാമായിരുന്നു. നമുക്കൊരു ധാരണയുണ്ട്, ഈ 10,000 ആടും ഒട്ടകവും ഈ വേലക്കാരും 10 മക്കളുമൊക്കെ വന്ന് സമ്പത്ത് നിറഞ്ഞപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇയ്യോബ് ഇതിലൊക്കെ എങ്ങനെ രസിച്ചെങ്ങനെ പോയ ആളാണെന്ന്. പക്ഷെ വേദപുസ്തകം തുടങ്ങുമ്പം ഇയ്യോബിൻ്റെ ജീവിതം കാണിച്ചു തരുന്നുണ്ട്. വെളുപ്പാങ്കാലത്ത് ഇരുട്ടോട് എഴുന്നേൽക്കുന്ന മനുഷ്യനാണ് ഇയ്യോബ്. എന്തിനാ വെളുപ്പാങ്കാലത്ത് ഇരുട്ടോട് എഴുന്നേറ്റ്? ഞാനിപ്പോഴീ ഡിസംബറിൻ്റെ ജനുവരിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഈ ക്രിസ്തുമസിൻ്റെ 25-ാം തീയതി തലേന്ന് പള്ളിയിൽ ശുശ്രൂഷ നടക്കുമ്പം നമ്മുടെ മദ്ബഹായി കയറുന്ന കുഞ്ഞുങ്ങളൊക്കെ മദ്ബഹായി കാണും. ന്യൂ ഇയറിനോട് അടുത്ത് വരുമ്പം ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ പള്ളിയിൽ ഇവർ കുറയും.
അല്ല, യുവജനങ്ങളൊന്ന് കുറേ ചിലയിടത്തൊക്കെ കാണും. ചോദിച്ചപ്പം ഒരു പള്ളിയിൽ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞി കത്തുന്നത് കാണാൻ പോയിക്കോന്ന് പറയും. ന്യൂ ഇയറിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അവിടെ. മക്കൾ എല്ലായിടത്തും പോകുന്നുണ്ട്, ട്രിപ്പിന് പോകുന്നുണ്ട്, ടൂറിന് പോകുന്നുണ്ട്, സന്തോഷിക്കാൻ പോകുന്നുണ്ട്, എല്ലായിടത്തും പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇയ്യോബ് എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തരുടെ തവണ വരുമ്പോഴും ഇയ്യോബിൻ്റെ മക്കൾ ഒരു വീട്ടിലിങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടും. വിവാഹ വാർഷികമായിരിക്കാം, ജന്മദിനമായിരിക്കാം. ഈ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഇയ്യോബ് പുതച്ചു മൂടിക്കിടന്നുറങ്ങാതെ വെളുപ്പിന് ഇരുട്ടോട് എഴുന്നേറ്റ് ബലി കഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഇയ്യോബിനെ നമുക്കറിയാം. എന്നിട്ട് ഇയ്യോബ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മക്കളുടെ മനസ്സ് കർത്താവിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഉറക്കമില്ലാതെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇയ്യോബിന് ജീവിതം എന്താണെന്നറിയാം. ദൈവത്തോട് ഹൃദയം ചേർത്ത് വെക്കുന്നതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഇയ്യോബിനറിയാം. അതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. സങ്കടങ്ങളുടെയൊക്കെ മുന്നേ ഇയ്യോബ് അങ്ങനെയാണ്. എത്ര സമ്പത്തുണ്ടായാലും, എത്ര വാഹനങ്ങളുണ്ടെങ്കിലും, എന്ത് കൃപകളുണ്ടെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനാണ്. ഇയ്യോബ് രൂപപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ തലം ജീവിതം എന്താണെന്ന് ഒരു ബോധ്യം ഇയ്യോബിനുണ്ടായിരുന്നു. മധുരം മാത്രം വിളമ്പുന്നതല്ല, സങ്കടത്തിൻ്റെ ഉപ്പുനീരും എരിവും പുളിയും എല്ലാം ചേർന്ന് രോഗങ്ങളുടെ നൊമ്പരങ്ങളൊക്കെ ഈ ജീവിത വിരുന്നിൻ്റെ മേശയിൽ കർത്താവ് വിളമ്പി വെച്ചിട്ടുണ്ടെന്ന് ഇയ്യോബിനറിയാം. ഈ സന്ധ്യയിൽ നമ്മളത് മനസ്സിലാക്കണം സ്നേഹമുള്ളവരെ. പരിശുദ്ധ കന്യകമറിയാമിനെയൊക്കെ നമ്മൾ ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ, ഇല്ലേ? മാതാവിനെ നമ്മൾ ഓർക്കുക. 9 മാസം ദൈവത്തിൻ്റെ വചനമായവനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്ന അമ്മയാണ്. പക്ഷെ മാതാവ് അനുഭവിച്ചിടത്തോളം സങ്കടം വേദപുസ്തകത്തിൽ അധികം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ശിമയോൻ്റെ ഒരൊറ്റ പ്രവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാളുകടക്കും. അത്രത്തോളം ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ് നമ്മൾ. മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും, വിശപ്പിൻ്റെ ഒരു യാഥാർത്ഥ്യം ഈ ജീവിതത്തിലുണ്ട്. കുറച്ചെങ്കിലും പട്ടിണി കിടന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും. പുതിയ തലമുറ പട്ടിണി കിടക്കുന്നില്ല, നമുക്കറിയാം. എല്ലാ വീട്ടിലും ആഹാരമുണ്ട്, 3-4 നേരം കഴിക്കാനുള്ളത് കർത്താവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആകപ്പാടെ വിശന്നിരിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഒന്ന് വരണം, ഇല്ലേ? രാവിലെ തൊട്ടൊരു 2:30 വരെയെങ്കിലും പള്ളിയിൽ നിൽക്കുന്നെങ്കിലും അപ്പുറത്തെ കഞ്ഞിപ്പുരയിൽ ഇങ്ങനെ കഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ ഒരുങ്ങുന്നത് ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ നോക്കി നമ്മളിങ്ങനെ വിശപ്പിനെ ആസ്വദിച്ച് നിൽക്കുക പള്ളിക്കകത്ത്. പട്ടിണി എന്ന് പറയുന്ന അതല്ല. പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അതനുഭവിക്കുന്ന മനുഷ്യരിൽ നിന്നെങ്കിലും അത് മനസ്സിലാക്കാൻ പഠിക്കണം സ്നേഹമുള്ളവരെ. കാരണം ഇന്നും ഈ ലോകത്ത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ കാറിൽ സുഖിച്ച് പോകുമ്പം, ഗ്ലാസ്സൊക്കെ ഇട്ട് AC ഒക്കെ ഇട്ട് നമ്മുടെ വണ്ടിയിൽ പോകുമ്പം, ഏതെങ്കിലും ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മുടെ വണ്ടി നിന്നാൽ നമ്മൾ കാണാറുണ്ട് ചില്ലയിൽ ഒരാൾ വന്ന് മുട്ടും, ഇല്ലേ? മുട്ടിയിട്ട് ഗ്ലാസ് ഇട്ടേക്കുന്നത് കൊണ്ടൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെ വയറ്റിലിങ്ങനെ കാണിക്കും, ഇങ്ങനെയും കാണിക്കും. എന്താ കാര്യം? വിശക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മളെന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും കാര്യമല്ല. വണ്ടിയുടെ ഗിയർ പെഡലിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് ചില്ലറയൊക്കെ വെച്ചിട്ടുണ്ട്, ഇല്ലേ? 5 രൂപ വലിയ കാര്യമായിട്ട് എടുത്ത് കൊടുക്കും. എന്നിട്ട് പള്ളി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരും. 5 രൂപയ്ക്ക് ഒരു പാത്രം ഭക്ഷണം എവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല. 5 രൂപയ്ക്ക് ഒരു ചായ ഈ കാലത്ത് എവിടെ കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ 5 രൂപ കൊടുത്തോ, കുഴപ്പമില്ല. അല്ലാതെ ഈ പള്ളിയുടെ പടി കടന്നു വന്ന് കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ യേശുവിനെ നോക്കി പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല പ്രിയമുള്ളവരെ. പട്ടിണി കിടക്കുന്നവൻ്റെ വയറ് കായുന്നത് എങ്ങനെയാണെന്ന് നമുക്കുള്ളാലെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാന ഭക്ഷിക്കാൻ നമ്മൾ നിശ്ചയമായിട്ടും അയോഗ്യരാണ്. ഒരു മനുഷ്യൻ വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഊണ് കഴിച്ചോ എന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുക്കാൻ ഇന്നും മനസ്സാകുന്നില്ലെങ്കിൽ പള്ളിക്കകത്തിരിക്കാൻ ഞാൻ ഉൾപ്പെടെ നമുക്ക് അധികാരമില്ല പ്രിയമുള്ളവരെ. അതാരുടെയും കുറ്റമല്ല, പട്ടിണി അറിഞ്ഞിട്ടില്ല. പട്ടിണി അറിഞ്ഞവനറിയാം ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ പിന്നിലെ നൊമ്പരം എന്താണ്. ഒരു ദിവസം മുഴുവൻ വിശന്നിരിക്കുന്നു, രാത്രിയാകുമ്പോൾ ഒരു ബണ്ണ് മാത്രം കഴിക്കാൻ കിട്ടുന്നു, പൈപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നു.
ഇല്ലേ? വിശന്നിരുന്നാൽ എന്താ പറ്റുന്നത്? വിശന്നിരുന്നാൽ ആദ്യം നമ്മളൊക്കെ പറയും വയറ് കത്തുന്നൊക്കെ നമ്മൾ പറയും. അതിനപ്പുറത്തെ ഒരു കഠിന തലമുണ്ട്. രണ്ടാമത്തെ ദിവസവും വിശന്ന് പട്ടിണി കിടക്കുന്നു, ഒരു ബണ്ണ് മാത്രം കിട്ടുന്നു, പൈപ്പ് വെള്ളം കുടിക്കുന്നു, വിശപ്പ് എങ്ങനെയോ അടക്കുന്നു. പിറ്റേന്ന് എന്തെങ്കിലും രാവിലെ കഴിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഉറങ്ങാൻ കിടക്കുന്നു, പിറ്റേന്നും ഇത് തന്നെ അവസ്ഥ. 4-5 ദിവസം ഒരു കഷണം ബണ്ണ് മാത്രം കഴിച്ച് പൈപ്പ് വെള്ളം കുടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വിശപ്പിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പം അവൻ്റെ മുഴങ്കാല് തമ്മിൽ ഇടിക്കാൻ തുടങ്ങും, ബലഹീനപ്പെട്ട് വിറച്ച് കാൽമുട്ടുകൾ ഇടിക്കാൻ തുടങ്ങും, തല കറങ്ങാൻ തുടങ്ങും, തലവേദന എടുക്കും. എല്ലാത്തിലും ഉപരി കൊടിയ പട്ടിണി നിൽക്കുന്നവൻ്റെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? നേരത്തെ കഴിച്ചതും കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഭക്ഷണം ഈ മനസ്സിലിങ്ങനെ മോഹത്തോടെ വന്നു മറയും. ഇത് കഠിനമായ അവസ്ഥയാണ് സ്നേഹമുള്ളവരെ. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കൾക്ക് UK പോകാൻ ഒരു 15 ലക്ഷം രൂപ തരണേ മാതാവേ എന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പം നല്ലതാണ്, പ്രാർത്ഥിച്ചോ. ചുമ്മാ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം, ഒരു 50 രൂപ കിട്ടിയാൽ ഒരു പാത്രം ഭക്ഷണം മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന മനുഷ്യർ ഇന്നും നമുക്കിടയിലുണ്ട്. ജീവിതത്തിൻ്റെ വിശപ്പെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം. കോട്ടയത്ത് നവജീവൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെന്ന് കൈവക്കാവോ? നവജീവൻ ട്രസ്റ്റ്. അവിടെ ഒരു നവജീവൻ തോമസ് ചേട്ടനുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരും കേട്ടിട്ടില്ല? നവജീവൻ ട്രസ്റ്റിൽ ഒരു തോമസ് ചേട്ടനുണ്ട്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂന്തോട്ടക്കാരനായിട്ട് ജോലിക്ക് പോയ ആളാണ്. പൂന്തോട്ടം പരിപാലിക്കാൻ ജോലിക്ക് പോയ ആളാണ്. വർഷങ്ങൾക്ക് മുൻപാണ്. അദ്ദേഹത്തിന് വേറെ ഒരു ജോലിയില്ല, ഈ ഗാർഡൻ നോക്കിയാൽ മതി. പക്ഷേ ഇയാളിങ്ങനെ പൂന്തോട്ടം പരിപാലിക്കുമ്പോൾ, നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, എപ്പോഴും രോഗികളാണ്. നടക്കുന്ന വഴിയിലും ഒക്കെ രോഗികൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു കിടക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ പൂക്കളൊക്കെ പരിപാലിച്ച് ഇങ്ങനെ നോക്കുമ്പം ഒരുപാട് പേര് വരുന്നു പോകുന്നു. ഇയാളുടെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഈ മനുഷ്യരൊക്കെ എവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്? ഇത്രയധികം മനുഷ്യർ വന്നു പോകുന്നു, ഇത്രയധികം മനുഷ്യർ. രോഗിയുടെ കാര്യം പോട്ടെ, അയാൾക്ക് വിശപ്പ് കാണത്തില്ല. ഈ കൂടെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, ഇവരെവിടെ നിന്ന് ആഹാരം കഴിക്കും? ആ ചിന്ത വന്നപ്പോൾ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇയാൾ എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് ജോലിക്ക് വരുമ്പം ഇയാൾ കൊണ്ടുവരുന്ന ഉച്ചയ്ക്കത്തെ ചോറും പൊതിയുടെ കൂടെ ഒരു പൊതിയും കൂടെ കൊണ്ടുവരാൻ തുടങ്ങി. 50 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. തളർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞുൾപ്പെടെ 5 മക്കൾ വീട്ടിലുണ്ട്. ഭാര്യയ്ക്ക് ജോലിയില്ല. ഈ 50 രൂപ ശമ്പളത്തിൽ ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന മനുഷ്യനാണ് മെഡിക്കൽ കോളേജിൽ ഒരാൾ കൂടെ ചോറും പൊതി കെട്ടിക്കൊണ്ട് വരുന്നത്. എന്നാലും മനസാക്ഷിയുടെ കുത്ത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആദ്യം കാണുന്ന മനുഷ്യന് ഈ ഒരു പൊതിച്ചോറം കൊടുത്തു. രണ്ടാമത്തെ ദിവസം ഒരാൾക്ക് പൊതിച്ചോറ് കൊടുത്തപ്പോൾ 2 പേര് കൈനീട്ടി. കഷ്ടിച്ച് 3 പൊതിച്ചോറ് കൊണ്ടുവന്നു. അന്നേരം 5 പേര് കൈനീട്ടി. അയാൾ എന്ത് ചെയ്തു? മെഡിക്കൽ കോളേജിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങി, ഓരോ ആശുപത്രി ഭാഗത്തും കയറി ഇറങ്ങി, നേഴ്സുമാരോടും അറ്റൻഡർമാരോടും ഡോക്ടർമാരോടും കെഞ്ചി പറഞ്ഞ്, നാളെ നിങ്ങൾ വരുമ്പം ഒരു പൊതിയും കൂടെ എക്സ്ട്രാ കൊണ്ടുവരണം നിങ്ങളുടെ കൂടെ. നമുക്ക് വിശക്കുന്നവർക്ക് കൊടുക്കാം, വിശക്കുന്ന മനുഷ്യർക്ക് നമുക്ക് ആഹാരം കൊടുക്കാം. തോമസ് ചേട്ടന് ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും ഭക്ഷണപ്പൊതി കൊണ്ടുവന്നു. വലിയ വീപ്പ പോലത്തെ പാത്രങ്ങളിൽ ഭക്ഷണപ്പൊതി നിറച്ചു. ഉച്ചയാകുമ്പോഴേക്ക് ഗാർഡനിലെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് രോഗികൾക്ക് പൊതി വിതരണം ചെയ്യാൻ തുടങ്ങി. അത് തികയാതെ വന്നപ്പം കോട്ടയം പട്ടണത്തിൻ്റെ ഏതെങ്കിലും വീടുകളിൽ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ, മാമോദീസ നടക്കുന്നുണ്ടെങ്കിൽ, ഒരു കൊട്ടയുമായിട്ട് ഈ മനുഷ്യൻ ആ വീട്ടിൽ ചെല്ലും. വീടിൻ്റെ പിൻഭാഗത്ത് എന്ന് കൊട്ടി വിളിക്കും, എന്തെങ്കിലും ഭക്ഷണം അധികമുണ്ടെങ്കിൽ ഈ കൊട്ടയിലേക്ക് തരണേ. വിശന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓർക്കണം, അയാളൊരു പുരോഹിതനല്ല, ഒരു സന്യാസിനിയല്ല, ഒരു പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുന്ന ആളൊന്നുമല്ല. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു ക്രിസ്ത്യാനി മാത്രമാണ്. വിശക്കുന്നവനെ കണ്ടിട്ട് ആഹാരം തൊണ്ടക്കുഴിയിൽ ഇറങ്ങാത്തത് കൊണ്ട് മാത്രം കൊട്ടയുമായിട്ടൊരു വീടിൻ്റെ പുറകിൽ വന്ന് നിൽക്കുക. ചിലരാഹാരം കൊടുക്കും, ചിലരാ മനുഷ്യനെ തൊഴിക്കും, നെഞ്ചു നോക്കി ഇറങ്ങിപ്പോടാന്ന് പറയും. അടിമേടിച്ചും കരഞ്ഞും തലച്ചുമടായിട്ട് ഈ ആഹാരം കൊണ്ട് കോട്ടയം ടൗണിൽ കൂടെ നടന്ന് ആശുപത്രി പോകുമ്പം നാട്ടുകാർ ഈ മനുഷ്യന് ഭ്രാന്താന്ന് പറഞ്ഞു. ഇന്ന് 5000 പേർക്ക് ദിവസവും 3 നേരം ആഹാരം കൊടുക്കുന്ന സ്ഥാപനമാണ് നവജീവൻ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കാം. ഇന്നും തോമസ് ചേട്ടനോട് കടന്നു വന്ന വഴികളെപ്പറ്റി ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ
ഒട്ടിയ കവിളിൽ കൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ട് അയാൾ പറയും, വിശക്കുന്നവനെ കണ്ടാൽ സഹിക്കത്തില്ല. ഇന്ന് നിങ്ങൾ കാണാൻ ചെന്നാലും പറയും, അടുത്ത ഹോട്ടലുകളിലൊക്കെ വിളിച്ച് അധികം വരുന്ന ആഹാരം അവിടെ നിന്ന് കളക്ട് ചെയ്ത് ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത മനുഷ്യരെ കണ്ടെത്തി അവിടെ കൊണ്ട് കൊടുക്കും. സ്നേഹമുള്ളവരെ, എന്തെങ്കിലും ചെറിയ ദുരിതങ്ങൾ ജീവിതത്തിൽ വരുമ്പം തളർന്നു വീഴുന്നതിന് മുൻപ്, കൊഴിഞ്ഞു വീഴുന്നതിന് മുൻപ്, ദൈവം എന്നെ കൈവിട്ടല്ലോ എന്നും പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ്, നിങ്ങൾ ഇന്ന് കഴിച്ച ആഹാരം ഒരു സ്വപ്നമാക്കി കൊണ്ടു നടക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഒരു പാത്രം ചോറ് അതൊരു സ്വപ്നമായിട്ട് ഉള്ളിൽ കൊണ്ട് നടന്ന് കാളുന്ന വയറുമായിട്ട് സങ്കടപ്പെട്ട് കിടക്കുന്ന നിരവധി മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട്. ജീവിത യാഥാർത്ഥ്യം, വിശപ്പിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, ഈ രോഗത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഏത് മനുഷ്യർക്കാണ് രോഗമില്ലാത്തത്? ഇല്ലേ? എല്ലാവരും മരുന്ന് കഴിക്കുന്നുണ്ട്. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്നിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഇന്ന് കഴിക്കുന്നുണ്ട്. യഥാർത്ഥ രോഗ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു പള്ളിയിൽ എനിക്ക് പട്ടമേറ്റതിന് ശേഷം ഈ ദശാംശ പദ്ധതിയുടെ ഒരു ചുമതലയാണ് തന്നെ. സ്ഥിരമായൊരു ഇടവകയില്ല. ഓരോ പള്ളിയിലും ഇങ്ങനെ പോയി കുർബാന അർപ്പിച്ച് പണം കളക്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ആദ്യം. ഓരോ പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് കഴിഞ്ഞ് കൈമുത്താൻ വേണ്ടി നിൽക്കുമ്പം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാമോ? ചില മാതാപിതാക്കൾ ഈ ഓട്ടിസവും ഡൗൺ സിൻഡ്രോമും ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെയുള്ള മക്കളെ ഇങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ട് കൈമുത്താൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കൈമുത്തിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി തിരുവസ്ത്രങ്ങളൊക്കെ മാറി നമ്മളും പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇവർ നമ്മളെ കാത്ത് നിൽക്കും. ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഉള്ള ഈ കുഞ്ഞ് അടങ്ങിയിരിക്കത്തില്ല. നിങ്ങൾക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നു ഈ രോഗങ്ങളൊക്കെ എന്താണെന്ന്. അടങ്ങിയിരിക്കാത്ത ഈ കുഞ്ഞിനെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ അപ്പനും അമ്മയും പറയും, അച്ഛാ, കർത്താവ് ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് ഈ കുഞ്ഞെന്ന് വെറുതെ ഒരു കൗശലത്തിൻ്റെ പേരിൽ, ഒരു കുശലത്തിൻ്റെ പേരിൽ പറഞ്ഞിട്ട് ഇവർ മടങ്ങി പോകുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മക്കളുടെ നല്ല ഭാവിയൊക്കെ സ്വപ്നം കണ്ട് ഈ പള്ളിയിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം ഓട്ടിസം ബാധിച്ച മക്കളുള്ള അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഡൗൺ സിൻഡ്രോമുള്ള എൻ്റെ മകൾ പരസഹായമില്ലാതെ അവളൊന്ന് വസ്ത്രം ധരിക്കാൻ പഠിച്ചിരുന്നെങ്കിലെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും നമുക്കിടയിലുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളുള്ള അപ്പനും അമ്മയും ഒരു ദിവസമെങ്കിലും എൻ്റെ കുഞ്ഞൊന്ന് ശാന്തമായിട്ടൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ, അടങ്ങിയൊന്ന് ഇരുന്നിരുന്നെങ്കിൽ, ശാന്തമായിട്ട് ഈ കുഞ്ഞ് പെടയാതൊന്ന് ഉറങ്ങിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയും നമുക്കിടയിലുണ്ട്. സ്നേഹമുള്ളവരെ, ശരിക്കുമുള്ള രോഗത്തിൻ്റെ തീവ്രത നമ്മൾ അറിഞ്ഞിട്ടില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതിൽ ഒരു 90% ഒരു 60 വയസ്സിനടുത്തവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കർത്താവ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താ നിങ്ങൾക്ക്? അമ്മമാരോട് ചോദിച്ചാൽ പറയുമായിരിക്കും, നിങ്ങളെ കെട്ടിക്കൊണ്ട് വന്നപ്പം ആ വീട് വളരെ മോശാവസ്ഥയിലായിരുന്നു, പിന്നീട് ഇന്ന് നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തി. അപ്പന്മാരോട് ചോദിച്ചാൽ പറയുമായിരിക്കും, ഗൾഫിലെ ജോലി, പട്ടാളത്തിലെ ജോലി, അതിൻ്റെ കഷ്ടതയിൽ നിന്നൊക്കെ കർത്താവിന് ആശ്വാസം തന്നു. ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മ എന്താണെന്നറിയാമോ? ഓരോ രാവിലെ എഴുന്നേൽക്കുമ്പോഴും പരസഹായം കൂടാതെ കട്ടിലിൽ നിന്ന് നിങ്ങളുടെ കാല് നിങ്ങൾക്ക് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടോ? വേറൊരു മനുഷ്യൻ്റെ സഹായമില്ലാതെ. വേറൊരു മനുഷ്യൻ നിങ്ങൾ പല്ല് തേക്കുമ്പോൾ നിങ്ങളുടെ ബ്രഷിൻ്റെ തുമ്പത്ത് പിടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ തേപ്പിക്കാൻ നിൽക്കാതെ തനിയെ പല്ല് തേക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ ശൗച്യ കർമ്മങ്ങൾ മറ്റ് മനുഷ്യൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നും പറ്റുന്നുണ്ടോ? ഈ 60-ാം വയസ്സിലും പറ്റുന്നുണ്ടോ? ഈ 70-ാം വയസ്സിലും പറ്റുന്നുണ്ടോ? അതാണ് കർത്താവ് ചെയ്ത ഒന്നാമത്തെ നന്മ. സ്നേഹമുള്ളവരെ, കാരണം കിടന്നുപോയ മനുഷ്യരെ ചെന്ന് കാണണം. അത് അച്ഛന്മാരുടെ മാത്രം ജോലിയല്ല. നമ്മുടെ പള്ളിയിലും നമ്മുടെ അടുത്തൊക്കെ അപകടങ്ങളിൽ കടന്നുപോയ ചെറുപ്പക്കാരുണ്ട്. രോഗം വന്ന് കിടപ്പിലായിപ്പോയ മനുഷ്യരുണ്ട്. അവരെ പോയി കാണണം. വർഷങ്ങളായിട്ട് ഒരു മുറിയിൽ ഒരു കട്ടിലേ കിടക്കുന്ന മനുഷ്യരുണ്ട്. കിടന്ന് പുറം പൊട്ടിയ മനുഷ്യരുണ്ട്. താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു മുറിയിൽ അപ്പുറത്തെ മുറി കാണാൻ കൊതിയാണ് ഇവർക്ക്. മുറ്റത്തിറങ്ങി ആകാശം ഒന്ന് കാണാൻ കൊതിയാണ്. സൂര്യവെളിച്ചം ഒന്ന് ഏൽക്കാൻ കൊതിയാണ്.
ഓരോ ദിവസവും ദിനകൃത്യങ്ങൾ ചെയ്യാൻ മറ്റൊരു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വരുന്ന ആ മനുഷ്യരുടെ മാനസിക അവസ്ഥ ഈ പടി കടന്ന് ഈ പള്ളിക്കാതിരിക്കുമ്പോൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. കൃതജ്ഞത ജീവിതത്തിൽ വേണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. പ്രാർത്ഥിക്കാൻ ആദ്യം വേണ്ടത് ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. പള്ളി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്കത് തരണേ, ഇത് തരണേ, എൻ്റെ അവസ്ഥ മാറ്റണേ, എനിക്ക് എന്തിനിത് തന്നു എന്നൊക്കെ പറയുന്നതിന് മുൻപ് എണ്ണി എണ്ണി മനസ്സിൽ തിട്ടപ്പെടുത്തണം, എന്തെല്ലാം നന്മകൾ ഇന്നും കർത്താവ് എനിക്ക് തരുന്നു. കണ്ണിൻ്റെ കാഴ്ച, എൻ്റെ ചെവിയുടെ കേൾവി, എൻ്റെ നാവിൻ്റെ സംസാരം, മക്കളുടെ ആരോഗ്യം, നടന്നു പോകാനുള്ള എൻ്റെ ആരോഗ്യം, ഇതെല്ലാം ഓർത്ത് ഒരു വാക്കി നന്ദി പറഞ്ഞിട്ട് വേണം ആവശ്യങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ അഴിച്ചിടാൻ. അല്ലെങ്കിൽ നമ്മൾ വെറും നന്ദിയില്ലാത്ത മനുഷ്യരാവും സ്നേഹമുള്ളവരെ. അതുകൊണ്ട് രോഗത്തിൻ്റെ കാഠിന്യത്തിൽ കൂടെ കടന്നു പോകുന്ന, രോഗമെന്ന ജീവിതാവസ്ഥയെപ്പറ്റി സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട്. ചാരത്തിലിരുന്നു കൊണ്ട് ഭാര്യയുടെ മുഖത്ത് നോക്കി, നീ വെറും പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മ സ്വീകരിക്കാം, തിന്മ എന്തുകൊണ്ട് നിനക്ക് സ്വീകരിച്ചുകൂടാന്ന് ഇയ്യോബ് പറയുമ്പം ഇയ്യോബിന് ഈ ബോധ്യമുണ്ട് സ്നേഹമുള്ളവരെ. വിശക്കുന്ന മനുഷ്യരെയും ഭൂമിയിലുണ്ട്, കരയുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്, രോഗത്തിൽ നീറുന്ന മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഇയ്യോബ് രൂപപ്പെടുന്നതിന് ഒരു തലം കൂടിയുണ്ട്. മരണമെന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ഇയ്യോബിനറിയാം. പലർക്കും സ്വന്തം വീട്ടിൽ വരുന്നത് വരെ മരണം എന്താണെന്നറിയാത്തവരാണ് നമ്മളെല്ലാം. അയലത്തെ വീട്ടിൽ മരണം സംഭവിച്ചാൽ ഒരു റീത്ത് മേടിച്ച് കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോകേണ്ട ഒരു ചടങ്ങ് മാത്രമാണ് നമുക്ക് മരണം. പള്ളിയിൽ ഒരാൾ മരിച്ചാൽ 11 മണിക്കത്തെ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് പോയി പൊതി മേടിച്ച് കാപ്പി കുടിച്ച പൊതിയുടെ കവറ് ചുരുട്ടി എറിയുന്നത് വരെയുള്ള നിസ്സാര യാഥാർത്ഥ്യമാണ് നമുക്ക് മരണം. അത് വീടിനുള്ളിൽ സംഭവിക്കുന്നത് വരെ. അവിചാരിത മരണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് ഈ ജീവിതം എത്ര നിസ്സാരമാണെന്ന് ചിന്തിച്ച് ഞെട്ടിത്തരിച്ച് നമ്മൾ ഇരുന്ന് പോകുന്നത്. ഒരിക്കൽ എൻ്റെ അമ്മ ആശുപത്രിയിലായിരിക്കുന്നൊരു സമയം, എൻ്റെ തന്നെ ബന്ധത്തിലുള്ള ഒരു പ്രായമുള്ള അമ്മച്ചി തലേ ദിവസം രാത്രി എന്നെ വിളിച്ചു. യാതൊരു കുഴപ്പമില്ലാത്തൊരു നല്ല അമ്മച്ചി, ആരോഗ്യമുള്ള സ്ത്രീയാണ്. ഒരു 8 മണിക്ക് എന്നെ ഫോൺ ചെയ്തു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, ഞാൻ ആഹാരം കഴിച്ചോ, സുഖമായിട്ടിരിക്കുന്നു, ഇതൊക്കെ ചോദിച്ചു, തിരക്കി. പിറ്റേന്ന് രാവിലെ ഒരു 6 മണിയായപ്പം വീണ്ടും ഒരു ഫോൺ വരുന്നു, ഈ അമ്മച്ചി മരിച്ചുപോയി. നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവിചാരിതമായ മരണം. വെപ്രാളപ്പെട്ട് മോർച്ചറിയിലേക്ക് പോകാൻ കറുത്തുകുപ്പായം തപ്പിയെടുത്ത് മടക്കി ബാഗിൽ വെച്ച് മോർച്ചറിയിലേക്ക് ഓടുമ്പം ആരെങ്കിലും ഒന്ന് വിളിച്ച് വിവരം പറയണമല്ലോ എന്ന് വെച്ച് ഫോൺ എടുക്കുമ്പോൾ കോൾ ലിസ്റ്റിൽ കിടക്കുന്ന ആദ്യത്തെ പേര് ഈ അമ്മച്ചിയുടെ. മരണം എത്ര അവിചാരിതമാണ് സ്നേഹമുള്ളവരെ. അത് അവിചാരിതത്വത്തോടെ ഇന്ന് കണ്ടൊരു മനുഷ്യൻ നാളെ തണുത്തുറഞ്ഞ് കിടക്കുന്നത് കാണുമ്പോഴാണ് ജീവിതം പുല്ലുപോലെയാണെന്ന് പാടുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാവും. ഇന്ന് തളിർക്കുകയും നാളെ വാടുകയും ചെയ്യുന്ന പുല്ലിന് സമമായ ജീവിതം. ഞങ്ങളുടെ നാട്ടിൽ ഒരു ആശുപത്രിയുണ്ട്. സമീപത്തെ ആശുപത്രികളൊക്കെ പൂട്ടിയതുകൊണ്ട് മോർച്ചറി ഉപയോഗിക്കാൻ വേണ്ടി ഈ ആശുപത്രിയിൽ എല്ലാവരും വരുന്നത്. വൈദികനായതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ മൃതശരീരങ്ങൾ വെക്കാനും എടുക്കാനും ആ മോർച്ചറി നിരന്തരം പോയിട്ടുണ്ട്. നിരന്തരം ഇങ്ങനെ മോർച്ചറി പോകുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടു. നമ്മളാരും ആഗ്രഹിക്കാത്ത ഒരു പരിചയപ്പെടലാണല്ലോ, ഇല്ലേ? മോർച്ചറികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ഈ സന്ധ്യയ്ക്ക് നിങ്ങളോട് ചോദിക്കുക. ഓരോ ദിവസവും എണ്ണമില്ലാത്ത മൃതശരീരങ്ങളെ സ്പിരിറ്റ് കൊണ്ട് കഴുകി തുന്നിക്കൂട്ടി ഫ്രീസറിൽ വെക്കുകയും പിറ്റേ നടക്കാൻ ആൾ വരുമ്പോൾ അത് ഫ്രീസറിൽ നിന്നെടുത്ത് തണുത്തുറഞ്ഞ ശരീരം വീണ്ടും തുടച്ച് ഒരുക്കി കൊടുക്കുന്ന ഈ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പോയ മോർച്ചറിയിൽ ജെയിംസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, മുണ്ടക്കയത്തുനിന്ന് വന്ന ഒരാളാണ്. 12 വർഷമായിട്ട് ചെയ്യുന്ന ജോലി ഇതാ. എന്നും ശവശരീരങ്ങളെ ശുശ്രൂഷിച്ചിട്ട് ഇയാൾക്ക് എങ്ങനെയാണ് ആഹാരം കഴിക്കാൻ പറ്റുന്നത്? ഇയാൾക്ക് എങ്ങനെ ശമ്പളം വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്നു? എങ്ങനെ കുടുംബത്തോടത് ജീവിക്കാൻ പറ്റുന്നു? ഞാൻ വെറുതെ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി മനുഷ്യനോട് സംസാരിക്കാനൊക്കെ പോയി മോർച്ചറിയിൽ. ഒരു കൗതുകം. സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. 12 വർഷത്തിലധികം മരണം മുന്നിൽ കാണുകയും
മൃതശരീരങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്ത ഈ മനുഷ്യന് ഒരു നല്ല വസ്ത്രത്തോട് ആഗ്രഹമില്ല, നല്ല ഭക്ഷണത്തോട് ആഗ്രഹമില്ല, മുന്തിയ വാഹനത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ല, അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹമില്ല. എവിടെയെങ്കിലും ഒന്ന് ജീവിച്ച് നാളെ സംഭവിക്കുന്ന മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങിയാൽ മതി എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഈ ജെയിംസ് എന്ന് പറയുന്ന അച്ഛൻ എന്നോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണെന്നറിയാമോ? 2 തരം മക്കളെ പറ്റി പറഞ്ഞു തന്നു. 2 തരം മക്കൾ. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തൃപ്തിയായി. ഒന്ന്, നിങ്ങൾക്കറിയാം, ഇന്ന് എല്ലാ വീട്ടിലും അപ്പനും അമ്മയും തനിച്ചാണ്. അപ്പനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്കൊരു മരണം സംഭവിച്ചാൽ മക്കൾ വിദേശത്തുനിന്ന് വരണേ 10 ദിവസം വരെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഫ്രീസറിൽ വെക്കണം, തണുപ്പിക്കാൻ വെക്കണം. ഈ മക്കൾ അടക്കത്തിൻ്റെ അന്ന് രാവിലെ ഒരുക്കാൻ വേണ്ടി വരും. ഒരുക്കുന്നതിൻ്റെ സമയത്ത് ചിലർ പറയും, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇടിപ്പിച്ചാൽ മതി, ഇല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ധരിപ്പിച്ചാൽ മതി. അങ്ങനെ ഒന്നേന്ന് ഇപ്പം വസ്ത്രം ധരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടി വെച്ചിട്ടൊരു നല്ല പട്ടിൻ്റെ തുണി ഒന്ന് പുതപ്പിച്ചാൽ മതി. ആര് കാണാനേ ഇതൊക്കെ? സമയമില്ല, നാളെ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോകണം. അതൊരു മക്കൾ. 2ാമത്തെ മക്കളുണ്ട്. അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ക്രമമായി ധരിപ്പിച്ച്, നല്ല വസ്ത്രം ധരിപ്പിച്ച്, കണ്ണാടി വെച്ച് എൻ്റെ അപ്പനെ എൻ്റെ അമ്മയെ ഒരുക്കി കൊണ്ടുപോകണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു മക്കളും കൂടെ ഉണ്ട്. ഇത് കേൾക്കുന്നത് വരെ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഞാനൊക്കെ മരിച്ചാൽ സൂര്യൻ അസ്തമിക്കും, ലോകത്തിൻ്റെ ഗതി മാറും, വീടിൻ്റെ ഗതി മാറും. ചുമ്മാതാണ് പ്രിയമുള്ളവരെ, വെറുതെയാണ്. നമ്മളിന്ന് നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഒരു 6 മാസം താമസിക്കുന്നവർ, വീട്ടിലുള്ളവർ നിങ്ങളെ ഓർക്കും, പിന്നെ മറക്കും. ഒരു തമാശ സിനിമ കാണേണ്ട താമസമേ ഉള്ളൂ. അവർ വീണ്ടും ചിരിച്ചു തുടങ്ങും, അവർ നല്ല ഭക്ഷണം ആസ്വദിച്ചു തുടങ്ങും, അവർ മഴ ആസ്വദിച്ചു തുടങ്ങും, ചിരിക്കാൻ തുടങ്ങും, യാത്രകൾ പുനരാരംഭിക്കും. ഇത്രയേ ഉള്ളൂ ജീവിതം. മരണം വന്ന് കൊണ്ടുപോകുന്നത് വരെയുള്ള ഒരു ചെറിയ ശ്വാസമെടുപ്പ് മാത്രം. ഇത് ഇയ്യോബിനറിയാം. വിശപ്പിൻ്റെ യാഥാർത്ഥ്യം അറിയാം, രോഗത്തിൻ്റെ യാഥാർത്ഥ്യം അറിയാം, മരണത്തിൻ്റെ യാഥാർത്ഥ്യം അറിയാം. ഇതൊക്കെ ചിന്തിക്കുമ്പം നിശ്ചയമായിട്ടും ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റും, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് തിന്മ കൂടെ എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ. ഇതിൻ്റെ മറ്റൊരു തലമുണ്ട് പ്രിയമുള്ളവരെ. ചാകാൻ പറഞ്ഞ ഭാര്യയോട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ് ഈ സങ്കടങ്ങൾ വന്നതെന്ന് എങ്ങനെയാണ് ഇയ്യോബിന് പറയാൻ പറ്റുന്നത്? 10 മക്കളാണ് നഷ്ടപ്പെട്ടത്, 1ഉം 2ഉമല്ല. 10 മക്കൾ നഷ്ടപ്പെട്ട ഒരപ്പൻ ശരീരം മുഴുവൻ വേദനപ്പെട്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, ഇത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ആകാശങ്ങളിലിരിക്കുന്ന ദൈവം അത് അപ്പനാണെന്ന് ആർക്കറിയാം? ഇയ്യോബിനറിയാം. അത് വലിയ ഒരു സാന്ത്വനം തരുന്ന ചിന്തയാണ് സ്നേഹമുള്ളവരെ. ഈ ക്രൈസ്തവ ലോകം ലോക സമൂഹങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത്, ദൈവം നിൻ്റെ അപ്പനാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. ക്ഷിപ്രകോപി, ക്ഷിപ്രപ്രസാദി, ഉഗ്രമൂർത്തി എന്നൊക്കെ പറഞ്ഞൊരു കാലം ഈശ്വര സങ്കല്പത്തെ അകറ്റി നിർത്തിയപ്പം ആകാശങ്ങളിലിരിക്കുന്നത് നിൻ്റെ അപ്പനാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുമ്പം, ഈ പള്ളിക്കകത്ത് വന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് കൈമലർത്തി ചൊല്ലുമ്പം കിട്ടുന്ന ഒരാശ്വാസമുണ്ട്. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ മൂലഭാഷ നിങ്ങൾക്കറിയാമല്ലോ, സുറിയാനിയിലുണ്ട്. സുവിശേഷത്തിൽ കർത്താവ് അബ്ബ എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അബ്ബ. ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഇല്ലേ? യോഹന്നാൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അന്നേരമാണ് യേശു പറയുന്നത് അബ്ബ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. എന്താ ഈ അബ്ബ എന്ന് പറയുന്ന വാക്ക്? എന്താ അബ്ബ? ബാബിലോൺ, പാലസ്തീൻ, യെറുശലേം പ്രദേശങ്ങളിൽ, സെമിറ്റിക് പ്രദേശങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് അതിൻ്റെ അപ്പനെ നോക്കി ഏറ്റവും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഉച്ചരിക്കുന്ന ഒരു പദമാണ് ഈ അബ്ബ എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ അത് കുറേ കൂടെ മനസ്സിലാവും. ഒരു സമയം വരെ എനിക്കത് മനസ്സിലാകത്തില്ലായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം കർത്താവ് എനിക്കൊരു പൈതലിനെ തന്നു. ഒരു കുഞ്ഞുണ്ട് എനിക്ക്. ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോമനിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഒരു 2 മാസം കഴിഞ്ഞു, 3 മാസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലൊരു സ്വപ്നമുണ്ട്,
ഇവൻ സംസാരിച്ച് തുടങ്ങുമ്പം ഇവനെ കൊണ്ട് തന്നെ പപ്പ എന്ന് വിളിപ്പിക്കണമെന്നൊരാഗ്രഹം. നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ നമ്മളെ അച്ഛാന്ന് വിളിക്കുമ്പം വീട്ടിൽ വരുമ്പോൾ ഒരാളെങ്കിലും പപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാനുള്ള ഒരു ചെറിയ സ്വാർത്ഥത. വരട്ടെ, വളർന്നു വരട്ടെ, പതുക്കെ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് കുഞ്ഞു പല്ലൊക്കെ മുളച്ച് വരുമ്പം സ്നേഹത്തോടെ എൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ വായിൽ നിന്നൊരു കുഞ്ഞു വാക്ക് വന്നു, ചാച്ച എന്നൊരു വാക്ക് വന്നു. ചാച്ച. ഞാൻ വിചാരിച്ചു മനസ്സിൽ പോലും ഇല്ലാത്ത വാക്കാണ്, കുറച്ചുകൂടെ വളരുമ്പോൾ മാറിക്കോളും. ചാച്ച. 1 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും ചാച്ച എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മക്കൾ നമ്മളെ വിളിക്കുന്ന അമ്മ, മമ്മി, പപ്പ, അപ്പ തുടങ്ങിയ വാക്കുകളൊന്നും ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി ഡിക്ഷണറി തുറന്ന് വ്യാകരണം പഠിച്ചിട്ട് പറയുന്ന വാക്കുകളല്ല. അവർക്കറിയാവുന്ന ഏറ്റവും നിസ്സാരമായ ശബ്ദം കൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്ന വാക്ക്. അല്ലെങ്കിൽ ഈ അമ്മ എന്നുള്ള വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഏറ്റവും നിസ്സാരമായ വാക്ക്. ഈ 2 ചുണ്ടുകൾ ഉപയോഗിച്ചാൽ മതി ആ ശബ്ദം വരാൻ കുഞ്ഞിന്. യേശുക്രിസ്തു ആകാശത്തിലിരിക്കുന്ന ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാൻ പറയുമ്പം നീ നിൻ്റെ വീട്ടിലെ അപ്പനെ എന്തു വിളിക്കുന്നു? അതേ സ്നേഹ തീവ്രതയോടെ മാനത്തേക്ക് നോക്കി, മദ്ബഹായിലേക്ക് നോക്കി വിളിക്കാനാണ് കർത്താവ് പറയുന്നത്. പക്ഷെ നമ്മൾ പിതാവേ എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയതുകൊണ്ട് ഒരു അകൽച്ച വന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളൊന്നും വീട്ടിൽ അപ്പനെ പിതാവേ എന്ന് വിളിക്കത്തില്ലല്ലോ, ഇല്ലേ? പിതാവേ പള്ളി പോയോ, അല്ലേ? മാതാശ്രീ ചായ തരാമോ ചോദിക്കുമോ നമ്മൾ? നമുക്ക് അമ്മ പപ്പ ഒക്കെ ഉള്ളൂ. അത് സ്നേഹത്തിൻ്റെ ബന്ധമാണ്. അത്ര സ്നേഹ തീവ്രതയോടെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ വിളിക്കാനാണ് കർത്താവ് പറയുന്നത്. കാരണം അത് നിൻ്റെ അപ്പനാണ്, പിതാവാണ്. ഈ ചിന്ത വരുന്നിടത്ത് ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. സ്നേഹമുള്ളവരെ, ഈ ചിന്തയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അലഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ഒരുപാട് മനുഷ്യർ നേരിടുന്ന ഒരു രോഗപ്രതിസന്ധിയാണ് ഈ ഇൻസോംനിയ എന്ന് പറയുന്ന അസുഖം. നിങ്ങൾക്കറിയാമല്ലോ, ഉറക്കമില്ല രാത്രിയായ. ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മാതാപിതാക്കൾ, കണ്ണുനീര് കുടിച്ച അമ്മമാർ, ഇന്ന് ജീവിതത്തിനൊരു കുഴപ്പവുമില്ലെങ്കിലും രാത്രിയായാൽ ഉറക്കമില്ല. ഉറക്കം നഷ്ടപ്പെട്ട് ഒരു 9 മണിക്ക് ഉറങ്ങാൻ കിടക്കും. പക്ഷേ ഒരു 10 മണിയാകുമ്പോൾ ഉണരും. വെളുപ്പിനെ 6 മണി വരെ നടപ്പാണ് വീടിൻ്റെ ഉള്ളിൽ. വിശുദ്ധനായ യൗസേപ്പ് പിതാവിനെ പറ്റി വേദപുസ്തകത്തിൽ അധികം പറയുന്നില്ല, നമുക്കറിയാം, ഇല്ലേ? പക്ഷെ ക്രിസ്തുമസിന് മുൻപ് ഒരു വേദഭാഗമുണ്ട്. വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണെന്നറിയുമ്പം അവളെ ഉപേക്ഷിക്കണമെന്നുമുണ്ട്. എന്നാൽ ഉപേക്ഷിച്ചാൽ അവൾ കേൾക്കുന്ന ഹീനതയോർത്ത് അവളെ ഉപേക്ഷിക്കേണ്ടെന്നുമുണ്ട്. ഈ 2 സങ്കോചങ്ങൾക്കിടയിൽ ഇരിക്കുന്ന യൗസേപ്പിനെ ഒരു ഞായറാഴ്ചത്തെ ഏവെങ്കേലിയനിൽ സഭ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ യൗസേപ്പ് മുട്ടുമേ നിന്ന് അലറി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, നെഞ്ചത്തടിച്ച് കരയുന്നില്ല. കർത്താവേ, ഇതെന്തൊരു അവസ്ഥയാണ്, ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലായി. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിക്ക് ഇങ്ങനൊരവസ്ഥയാണെന്നറിയുന്നു, നിലവിളിക്കുന്നില്ല. യൗസേപ്പിൻ്റെ ഒരൊച്ചപ്പാടും സുവിശേഷത്തിൽ കേൾക്കുന്നില്ല. മറിച്ച് പറയുന്നത് യൗസേപ്പ് അന്ന് കട്ടിലേ കിടന്ന് ഉറങ്ങി സുഖമായിട്ട്. ഈ ഉറങ്ങുന്ന സമയത്താണ് ദൂതൻ വന്ന് വെളിപ്പാട് കൊടുക്കുന്നത്. കന്യക മറിയാം ആരാണെന്നും അവളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമാണ് വളരുന്നതെന്നും വെളിപ്പാട് കൊടുത്തിട്ടാണ് ബലപ്പെടുന്നത്. യൗസേപ്പിൻ്റെ ഒരു ഉറക്കം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമീപ പ്രദേശമായ ശൂരനാട് നിങ്ങൾക്കറിയാമല്ലോ, ചക്കുവള്ളി. അവിടെ ഒരു സെൻറ്റ് ജോസഫ് ഫൊറോനോ ദേവാലയമുണ്ട്. നിങ്ങളവിടെ ചെന്നാൽ ആദ്യം കയറുന്ന സമയം വലത്തുഭാഗത്ത് യൗസേപ്പ് പിതാവിൻ്റെ ഒരു ഉറങ്ങുന്ന ഒരു പ്രതിമയുണ്ട്. കത്തോലിക്ക സഹോദരങ്ങൾ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കും, നിങ്ങൾക്കറിയാമല്ലോ. ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഒരു ചിത്രം, കൈ ഇങ്ങനെ തലക്കിട വെച്ച് സുഖമായിട്ട് ഉറങ്ങേ. അവിടുത്തെ ഒരു രീതിയാണ് ഈ ആവശ്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി മടക്കി ശില്പത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക. അതെന്തോ ആയിക്കൊള്ളട്ടെ. ഉറങ്ങുന്ന യൗസേപ്പിൻ്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? ആകാശങ്ങളിൽ ഇരിക്കുന്നത് എൻ്റെ അപ്പനാണ്. പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്ന എടി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ നന്മ എന്തുമാത്രം സ്വീകരിച്ചു. ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കഷ്ടതയുടെ ദിവസങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാന്ന് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് വ്രണം ചൊറിഞ്ഞുകൊണ്ട് ഇയ്യോബ് പറയുന്നതിൻ്റെ പിന്നിലെ അടിസ്ഥാന കാരണവും ആകാശങ്ങളിലിരിക്കുന്നത് അപ്പനാണെന്നറിയാം. ഈ ചിന്ത നമ്മളെ വഴി നടത്തണം. സ്നേഹമുള്ളവരെ, ഈ ചിന്തയുള്ളിടത്ത് മാത്രമേ നമുക്ക് ബലപ്പെട്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
നമ്മുടെയൊക്കെ നോമ്പ് കാലത്ത്, ഇപ്പം വലിയ നോമ്പൊക്കെ കഴിഞ്ഞ ഒരു സമയമാണല്ലോ, നോമ്പിൻ്റെ പകുതിയാകുമ്പം നമ്മുടെ പള്ളിയുടെ മധ്യഭാഗത്ത് കോവിൽത്ത നാട്ടും ഇല്ലേ? ചില പള്ളികളിലൊക്കെ നല്ല ഉയരമായിരിക്കും കോവിൽത്തായിക്ക്. കുരിശതയിലോട്ട് വെക്കാൻ ഇച്ചിരി പണിപ്പെട്ടാണ് വെക്കുന്നത്. 10, 500, 1000 പേര് ആരാധനയ്ക്ക് വരുന്ന ഒരു പള്ളിയാണെങ്കിലും ഏത് കോണിൽ നിന്നാലും ഈ കുരിശ് കാണാൻ പറ്റണം. ഈ കുരിശ് കാണാൻ പറ്റണം, വേറെ ഒരു ലക്ഷ്യവുമില്ല. നോമ്പിൻ്റെ മധ്യഭാഗത്തെത്തുന്ന ഒരു മനുഷ്യൻ പള്ളിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം ആളുകൾക്ക് മീതെ ഈ കുരിശ് കാണണം. അതിൻ്റെ വേദോസ്ത പശ്ചാത്തലം നമുക്കറിയാം. പിച്ചള സർപ്പത്തെ ഉയർത്തിയതും ആ പിച്ചള സർപ്പത്തെ നോക്കി സർപ്പത്തിൻ്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കുരിശിനെ നോക്കി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് സഭ നമ്മളെ ക്ഷണിക്കുക. എന്താ ഈ കുരിശിനെ നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ? സുറിയാനി ക്രിസ്ത്യാനികളുടെ നമ്മുടെ ആരാധനയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഒരു കുഞ്ഞ് തടികുരിശും 2 മെഴുതിരിക്കാലോ. നിങ്ങളൊരു ധൂവപ്രാർത്ഥനയ്ക്ക് അച്ഛനെ വിളിച്ചാലും, വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും, ഒരു സ്കൂട്ടർ കൂതാശിയെ കൊണ്ടുവന്നാലും, ഒരു പള്ളി കൂതാശിക്ക് വന്നാലും അടിസ്ഥാന ഘടകം ഈ മരക്കുരിശും 2 തിരിയുമാണ്. കുരിശിനെ നോക്കി ആരാധിക്കുന്നവരാണ് നമ്മൾ. ദുഃഖവെള്ളിയാഴ്ച അതോ ശ്ലീബാ വന്ദനവിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്താണ് സ്നേഹമുള്ളവരെ ഇതിൻ്റെ പിന്നിലെ അടിസ്ഥാനം? നമ്മൾ കടന്നു പോകുന്ന സങ്കടങ്ങളെ, വേദനകളെ എവിടെ കാണാൻ പറ്റും? കുരിശേൽ കാണാൻ പറ്റും. നമ്മളൊക്കെ ദുഃഖവെള്ളിയാഴ്ചയോട് അടുക്കുമ്പം നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, കർത്താവിന് എന്തുമാത്രം കഷ്ടതയാണ് കിട്ടിയല്ലേ. ദുഃഖവെള്ളിയാഴ്ചത്തെ ഒരു പ്രദക്ഷിണമൊക്കെ ഉണ്ടല്ലോ. മാതാവ് കുറുകുന്ന പ്രാവിനെ പോലെ കരഞ്ഞതിനെ പറ്റി പറയുന്നു. അവൻ്റെ പുറം ഉഴവ് ചാല് പോലെ കീറിയതിനെ പറ്റി പറയുന്നു. രക്തത്തിൽ കുളിച്ച കർത്താവിനെ പറ്റി പറയുന്നു. കർത്താവിൻ്റെ ശാരീരിക കഷ്ടതകൾ ധ്യാനിക്കുമ്പം നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, 33.5 വർഷക്കാലത്തെ യേശുവിൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ നിന്നും രക്തമൊഴുകിയതിനെക്കാട്ടിലും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കാറില്ല. ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയിൽ ഒരു വരിയുണ്ടല്ലോ, യേശു പ്രാർത്ഥിക്കുമ്പം അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികൾ പോലെ കാണപ്പെട്ടു. എന്താ പറയുന്നത്? ആരെങ്കിലും രക്തം വിയർക്കുമോ? രക്തം എപ്പോഴാണ് മനുഷ്യൻ വിയർക്കുക? നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഈ അണലി കടിച്ചാൽ ഇല്ലേ, ചേനത്തണ്ടൻ എന്ന് പറയുന്ന പാമ്പ് കടിച്ചാൽ രോമകൂപത്തിൽ നിന്ന് വരെ രക്തം വരുമെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ചോര കിനിയുന്നത്? ചോര കിനിയുന്ന ഒരു പ്രാർത്ഥന അനുഭവം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, അതൊരു മെഡിക്കൽ ടേമാണ്. ഹെമറ്റോഹിഡ്രോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ഹെമറ്റോഹിഡ്രോസിസ് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തെ ഹൃദയഭാരം ജീവിതത്തിൽ വരുമ്പം അവൻ്റെ വിയർപ്പ് ഗ്രന്ഥിക്ക് ചുറ്റുമുള്ള കുഞ്ഞു ഞരമ്പുകൾ പൊട്ടുകയും ആ രക്തം വിയർപ്പിൽ കലരുകയും അങ്ങനെ രക്തം വിയർക്കുന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യും. അത് ചരിത്രത്തിൽ അധികം ആർക്കും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ പറ്റി പറയുമ്പം മരണത്തിൻ്റെ തലേ ദിവസം അവൻ പച്ച മനുഷ്യനായതുകൊണ്ട്, നമ്മളെപ്പോലൊരു മനുഷ്യനായതുകൊണ്ട് കുരിശിൻ്റെ വേദനകളെ ഓർത്തൊപ്പം സങ്കടം സഹിക്കാതെ, ഭാരം സഹിക്കാതെ അവൻ ചോര കിനിഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ മരണപ്പെട്ടാൽ നസറയത്തിലെ വീട്ടിൽ തനിച്ചായി പോകുന്ന അമ്മയെ ഓർത്ത് യേശുവിൻ്റെ ഹൃദയം ഭാരപ്പെട്ടു. അമ്മയും അപ്പനെയൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് വിദേശത്ത് പോകുന്നവർക്ക് ആ വേദന മനസ്സിലാവും എന്താണെന്നുള്ളത്. സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം വായിക്കണം. കഷ്ടദാസനെ പറ്റി ഒരു പ്രവചനം ആ പുസ്തകത്തിലുണ്ട്. സങ്കടം ശീലിച്ച, രോഗം ശീലിച്ച ഒരു കർത്താവിനെ പറ്റി. അതുകൊണ്ട് ശരീരത്തിൻ്റെ സങ്കടം മാത്രമല്ല, മനസ്സിൻ്റെ വേദന കൂടെ അനുഭവിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അപ്രതീക്ഷിത സങ്കടങ്ങൾ വരുമ്പം, അപ്രതീക്ഷിതം, അവിചാരിതം എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങി. വിചാരിക്കാത്ത സമയത്ത് കണ്ണുനീരിൻ്റെ അന്നം നമുക്ക് മുമ്പിൽ വിളമ്പപ്പെട്ട് കിട്ടുമ്പം, രോഗം അവിചാരിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ട് കടന്നു പോകുമ്പം കുരിശിലേക്ക് നോക്കി സ്വർഗത്തിലിരിക്കുന്നത് എൻ്റെ അപ്പനാണെന്ന് മനസ്സിലാക്കി ആ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് അനുഗ്രഹവും നന്മയും സ്വീകരിച്ചതുപോലെ
കണ്ണുനീരിൻ്റെ അന്നം സ്വീകരിക്കാനുള്ള കടപ്പാടും എനിക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ സന്ധ്യ നമ്മളെ ഒരുക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. വയനാടിന് സംഭവിച്ച ദുരന്തം, അതിനു മുൻപ് അർജുന് സംഭവിച്ചു എന്ന് പറയുന്ന ദുരന്തം, ഇനിയും എത്രയോ ദുരന്തങ്ങൾ പല രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്ത് മനുഷ്യർക്ക് സംഭവിക്കുന്നു എന്നും നമുക്കറിയാം. ഏത് സങ്കടങ്ങൾ വന്നാലും ഒരു ഓർക്കാപ്പുറത്തെ ഒരു ആവേശത്തിന് കയറി കർത്താവ് ദുഷ്ടനാണോ, കർത്താവിന് കണ്ണിച്ചോര ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ തുനിയുന്നതിന് മുൻപ് ശാന്തമായിട്ട് ഈ പള്ളിക്കകത്തിരുന്ന് ഇയ്യോബ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ വെച്ച് നീട്ടുന്ന സങ്കടത്തെ ആദരവോടെ കൈക്കൊള്ളാൻ ഇയ്യോബ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വീട്ടിലും ഒരു ഇയ്യോബ് വേണം സ്നേഹമുള്ളവരെ. അവിചാരിത ദുഃഖങ്ങൾ വീടിന് മീതെ അലച്ചു തല്ലുമ്പം കുടുംബാംഗങ്ങളെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന, നമുക്ക് പള്ളി പോകാമെന്ന് പറയുന്ന, നമുക്ക് കുർബാനയിൽ ആശ്രയിക്കാമെന്ന് പറയുന്ന, നമുക്ക് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന, നമുക്ക് ഉപവസിക്കാമെന്ന് പറയുന്ന ഇയ്യോബിനെ പോലൊരപ്പനും ഒരമ്മയും ഒരു വീടിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം കുറേ കൂടെ യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ മാത്രമാണ് 15 നോമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ കന്യക മറിയാമിൻ്റെ ജീവിതം എന്താണെന്നും നമുക്ക് മനസ്സിലാകുന്നത്. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്കിതിന് അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ കേട്ടിരുന്ന സ്നേഹമുള്ളവരോടുമുള്ള എല്ലാ ഹൃദയപൂർവ്വമായ സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.